പ്രേമാണ് ചെറുശ്ശേരി, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ എന്നിവർ. ചെറുശ്ശേരിയുടെ അതിപ്രശസ്തമായ രചനയാണ് കൃഷ്ണഗാഥ. വടക്കേ മലബാറിലെ കോലത്തുനാട് എന്നറിയപ്പെട്ടിരുന്ന ദേശത്തെ ഉദയവർമ്മൻ രാജാവിൻ്റെ പണ്ഡിത സദസ്സിലെ അംഗമായിരുന്ന ചെറുശ്ശേരിക്ക് സാഹിത്യത്തിലെന്ന പോലെ ചതുരംഗത്തിലും നൈപുണ്യമുണ്ടായിരുന്നു. ഒരിക്കൽ ചെറുശ്ശേരിയും ഉദയവർമ്മൻ രാജാവും ചേർന്ന് ചതുരംഗം കളിയിൽ ഏർപ്പെട്ടതിനെ തുടർന്നുണ്ടായ ചില സംഭവങ്ങളാണ് കൃഷ്ണഗാഥയിലെ രചനയ്ക്ക് നിമിത്തമായത്. ചെറുശ്ശേരി, കരനീക്കങ്ങളിൽ താങ്കൾ വിചാരിച്ചതിനേക്കാൾ സമർത്ഥനാണല്ലോ. മികച്ച നീക്കങ്ങൾ ആണല്ലോ ചെറുശ്ശേരി. നമ്മെ തോൽപ്പിക്കുവാൻ തന്നെയാണ് നീക്കങ്ങൾ, അല്ലേ? ഇപ്പോൾ നാം കേട്ട താരാട്ടിൻ്റെ ഈണം മനോഹരമായിരിക്കുന്നു, അല്ലേ? തീർച്ചയായും അതിമനോഹരം. എങ്കിൽ ഇതേ ഈണത്തിൽ ഭാഗവതം ദശമസ്കന്ധത്തിലെ ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെ ഒരു കാവ്യം രചിക്കൂ ചെറുശ്ശേരി. താമസിയാതെ കവിതാരചന ആരംഭിച്ചോളൂ. കൽപ്പന പോലെ വൈകാതെ തന്നെ ഇത് ചെയ്തിരിക്കും. മായങ്കാളഞ്ഞുള്ള മാമുനിമാരുടെ മാനസമായൊരു മന്ദിരത്തിൽ നിന്നു വീളങ്ങിന നന്ദകൂ